എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വീഡിയോൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 മുതൽ ജൂപ്പിറ്റർ 110 സ്മാർട്ട് എക്സ് കണക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പഴയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ജൂപ്പിറ്റർ 110ൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സ്കൂട്ടറായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ലെന്ന് തന്നെ പറയണം. കാരണം ഇതൊരു ഫുൾ മോഡൽ ചേഞ്ച് സംഭവിച്ചുള്ള സ്കൂട്ടറാണ്. പുതിയ എഞ്ചിനാണ്, പുതിയ ബോഡിയാണ്, പുതിയ ഫീച്ചേഴ്സാണ്. ഏകദേശം 20 മേളിൽ അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മുടെ പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ സ്കൂട്ടറിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ വിലയിലും വലിയ കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസുമാർക്കും അത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അത് ഫുൾ ഫ്രീ ആണ്. നിങ്ങളത് ചെയ്താൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ ഇടുന്ന ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂപ്പിറ്റർ 110cc സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ഡ്രം വേരിയൻ്റ് ആണ്. ഒരു ലേറ്റസ്റ്റ് ഒരു ബ്ലൂ കളർ, മാറ്റ് ബ്ലൂ എന്ന് നമുക്കിനി പറയാം, കളറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് നോക്കാം. ഫ്രണ്ട് വൈസറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൺഷീൽഡ് എന്നൊക്കെ പറയാം. ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള വൈസറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്ലോസി കളറാണ് കണ്ടോ. ഞാനിവിടെ വീഡിയോ പിടിക്കുന്നവരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്മാർട്ട് എക്സ് കണക്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കറും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു. ഇതുണ്ടോ, ബ്രേക്ക് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഫ്രണ്ടിലായിട്ട് TVSൻ്റെ 3D ബാഡ്ജ് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിമ്മ്, ബ്രൈറ്റ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് എല്ലാം തന്നെ LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഞാൻ ബ്രൈറ്റ് നിങ്ങൾക്ക് മിനിച്ച് കാണിച്ചു തന്നിരുന്നു. ഡിമ്മ് പോർഷനിലുള്ളത് കണ്ടോ, ഫുൾ സ്ട്രിപ്പായിട്ടുള്ള LED ലൈറ്റ്സ് ആണ് വരുന്നത്. താഴെ, അതായത് ഫ്രണ്ട് ഫെൻഡർ പോർഷൻ്റെ താഴെ നമ്പർ പ്ലേറ്റ് ബാഡ്ജ് ചെയ്യാനുള്ള ക്ലാമ്പിൻ്റെയൊക്കെ താഴെയായിട്ട് നീളത്തിൽ നമ്മുടെ നെക്സോൺ, ടാറ്റ നെക്സോണൊക്കെ വരുന്ന പോലത്തുള്ളൊരു ഓൾ ഓവർ ദി ബോഡി ഫ്രണ്ട് പോർഷൻ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. സ്കൂട്ടർ സെഗ്മെൻറ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി കാണുന്നത് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് പിയാനോ ബ്ലാക്കിൻ്റെ നല്ലൊരു പോർഷൻ കൊടുത്തുള്ള ഒരു റിച്ച് ഫീൽ ഇടുന്നുണ്ട്. ഫ്രണ്ട് ഫെൻഡർ, അതായത് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ്, ഫൈബർ പാർട്സ് ഒന്നും തന്നെ വരുന്നില്ല. അലോയ് വീൽസ് 12 ഇഞ്ച് പുതിയ ഡിസൈനുള്ള അലോയ് വീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ട്യൂബ്ലെസ് ടയേഴ്സ് ലഭിക്കുന്നുണ്ട്. TVSൻ്റെ ട്യൂബ്ലെസ് ടയർ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത് തന്നെ. ടയറിൻ്റെ സൈസ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ടയർ സൈസ് വരുന്നത് 90 12ൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മോഡൽ വരുന്നത് ഡ്രം ബ്രേക്ക് വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 130 mm ആണ് അതിൻ്റെ ഡയമീറ്റർ. 130 mm കോമ്പി ബ്രേക്ക് സപ്പോർട്ടുള്ള ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഫ്രണ്ട് രണ്ട് സൈഡിലെ ഷോക്കപ്പിനും റിഫ്ലക്റ്റേഴ്സ്, യെല്ലോ കളർ റിഫ്ലക്റ്റേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇവിടെ ഒരു ബാഡ്ജിങ് കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്മാർട്ട് IGO അസിസ്റ്റ് എന്നുള്ളൊരു ഫെസിലിറ്റി കൂടെ ഈ വണ്ടിയിൽ ലഭിക്കുന്നത് ഞാൻ പോകെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുമ്പോൾ 1275 mm ആണ് ടോട്ടൽ വീൽ ബേസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ്. താഴെന്ന് സീറ്റിൻ്റെ ടോപ്പ് വരെയുള്ള ലെങ്ത് വരുന്നത് 770 mm ആണ്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം സ്പേസ്. ഫ്രണ്ട് ലെഗ് സ്പേസ് 380 mm ആണ്. നിങ്ങൾക്കൊരു ഗ്യാസ് സിലിണ്ടർ വെക്കാം, 20 ലിറ്ററിൻ്റെ വാട്ടർ ഡിസ്പെൻസറും വെക്കാം. ഡ്യുവൽ കീ അവൈലബിൾ ആണ്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർഷൻ അവൈലബിൾ ആണ്. USB ചാർജ് ചെയ്യാനുള്ള 2 ലിറ്ററിൻ്റെ ലാർജ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സും ഇതിൽ ലഭിക്കുന്നുണ്ട്. മൊബൈലും അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി വാട്ടർ ബോട്ടിൽ എന്താ വെച്ചാൽ വയ്ക്കാം. ഫ്യൂൽ ഫില്ലിങ് വരുന്നത് 5.1 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണൽ ആണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചത് തുറന്നു വരും. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺവീനിയൻസ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നത്. ഇനി ഞാൻ സീറ്റ് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വാഹനത്തിൻ്റെ സീറ്റാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നല്ല അടിപൊളി കുഷനിങ് ഉള്ള കിടിലൻ സീറ്റ് ലഭിക്കുന്നുണ്ട്. സീറ്റിൽ ജൂപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് ഓൾറെഡി ലഭിക്കുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കളർ ഷെയ്ഡ് ലഭിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ബാഡ്ജിങ് വരുന്നത്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സീറ്റിൻ്റെ സ്പേസ്, അണ്ടർ സീറ്റ് സ്പേസ് ആണ് 33 ലിറ്ററാണ് സീറ്റിൻ്റെ താഴെ വരുന്ന സ്റ്റോറേജ്. ഹ്യൂജ് സ്റ്റോറേജ് ആണ്. 2 ഹെൽമെറ്റ്, നോർമലായിട്ടുള്ള 2 ഹെൽമെറ്റ് സുഖമായിട്ട് വണ്ടിയിൽ വയ്ക്കാം കേട്ടോ. പിന്നെ അതുകൂടാതെ OBD2 സെൻസറിൻ്റെ പോർഷനും ചേസ് നമ്പറുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് വലിപ്പമുള്ള ഹെൽമെറ്റ് വെച്ചാൽ പോലും ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന തരത്തിലാണ് എൻ്റെ ടോപ്പ് ഭാഗം സീറ്റിൻ്റെ ഈ ഒരു പോർഷൻസ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് നമുക്ക് വണ്ടി ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്വിച്ചസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇടത്ത സൈഡിൽ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്ററും ഹസാർഡ് ലൈറ്റും കൂടി, ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ i3s ഈ റോണ്ടിൽ i3s ടെക്നോളജി പോലെ തന്നെ ഇപ്പോൾ ഇതിൽ അസിസ്റ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്ററാണ്. മൾട്ടിപ്പിൾ കളറിലുള്ള LED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. LED അല്ല, LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്.
ടൈം ലഭിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇൻസ്റ്റൻറ്റേനിയസ് മൈലേജ് വണ്ടിയിൽ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ്, ട്രിപ്പ് മീറ്റർ. അത് കൂടാതെ വണ്ടിയിൽ എത്ര ഫ്യൂലുണ്ടോ അത് ഉപയോഗിച്ച് ഇനി എത്ര കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റേഞ്ച് കൂടെ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. മൊബൈലായിട്ട് ടി വി എസിൻ്റെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, ബാറ്ററി ചാർജ്, നെറ്റ്വർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ മേളിൽ കാണിക്കും. ടേൺ ബൈ ടേൺ നാവിഗേഷൻ്റെയും ഓപ്ഷൻസ് ഈ ഇത്രയും ചെറിയ ഡിസ്പ്ലേയിൽ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അടിപൊളി ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് LED നോട്ടിഫിക്കേഷൻ, ഇൻഡിക്കേറ്റർ, ഡിം ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ LED ലൈറ്റ്സ് ആയിട്ട് നമുക്ക് ഈ മീറ്ററിൻ്റെ 2 സൈഡിൽ സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ എന്താ പറയുക, എക്സ്റ്റീരിയർ പൊസിഷൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും മെറ്റലാണ് കേട്ടോ. ജൂപ്പിറ്ററിൻ്റെ 3D ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ ഫുഡ് റെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ജൂപ്പിറ്റർ 125 വരുന്ന സെയിം ടു സെയിം ഫുഡ് റെസ്റ്റാണ് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. ഡ്രം വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിക്കർ ലഭിക്കുന്നതാണ്. ഫുൾ ഓപ്ഷൻ ഡിസ്ക് ബ്രേക്ക് എടുക്കുമ്പോൾ കിക്കർ ലഭിക്കില്ല. റിയർ സൈഡ് സസ്പെൻഷൻ 3 പോയിൻ്റ് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷനാണ്. നമുക്ക് വെറുതെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വരുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കുറിച്ച് പറഞ്ഞുതരാം. 113 cc ആണ്. സിംഗിൾ സിലിണ്ടർ ഡ്യുവൽ വാൽവ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. 5.9 kW മാക്സിമം പവർ വരുന്നത്. 9.8 Nm മാക്സിമം ടോർക്ക് വരുന്നത്. ഈ സ്കൂട്ടറിൽ ആദ്യമായിട്ടൊരു IGS എന്നുള്ളൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നമ്മുടെ യമഹയിൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പരിപാടിയാണ്. അഡീഷണൽ ആയിട്ട് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. അഡീഷണൽ ആയിട്ടൊരു മോട്ടർ വരുന്നുണ്ട്. ബാറ്ററി ആയിട്ട് ഈ മോട്ടർ കണക്റ്റഡ് ആണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ട് ഒരു ഇനീഷ്യൽ പിക്കപ്പ് കുറച്ച് അധികം വേണ്ടി വന്നു എന്ന് വെച്ചാൽ ഈ മോട്ടർ അങ്ങ് വർക്ക് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പിക്കപ്പ് ലഭിക്കും. കയറ്റം കയറാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ IGS ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ വാഹനത്തിൻ്റെ റിയർ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ പിയാനോ ബ്ലാക്ക് കളറിലുള്ള അടിപൊളി ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഇഗ്നിഷൻ ഓൺ ആയിക്കോട്ടെ. ഞാൻ ഈ ലൈറ്റ്, റിയർ ലൈറ്റില്ലേ, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടുള്ള റിയർ ലൈറ്റാണ്. കൂടുതലും ഞാനിത് കണ്ടിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളിലാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, പെട്രോൾ സ്കൂട്ടറിൽ ഫസ്റ്റ് ടൈമായിട്ട് TVSൻ്റെ ജൂപ്പിറ്ററിൽ വരുന്നുണ്ട്. ഇൻറ്റഗ്രേറ്ററായിട്ട് ഈ LED ലൈറ്റ്, ഈ LED സ്ട്രിപ്പിൽ തന്നെ നമുക്ക് ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സും ലഭിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല ത്രോ ഉള്ള പ്രകാശമാണ് കേട്ടോ. അത് റിയർ ലൈറ്റായി ഹെഡ് ലൈറ്റിൻ്റെ പ്രകാശം അന്യായമാണ്. നല്ല അടിപൊളി ത്രോ കിട്ടുന്നൊരു പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഏറ്റവും ബ്യൂട്ടിഫുൾ എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിച്ചാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങൾ കേട്ടോളൂ. കണ്ടോ, ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം. കണ്ടോ, നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോളൂ. വേറെ ആവശ്യമില്ലാത്ത യാതൊരു സൗണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സൈലൻ്റായിട്ട് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ എഞ്ചിനാണ്, പുതിയ സൈലൻസറാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഇനീഷ്യലി ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ദൂരം ഞാൻ ഓടിച്ചായിരുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പഴയ 110 cc ജൂപ്പിറ്റർ ഓടിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഇതിന് ആ ഒരു പരിപാടിയില്ല. പക്കാ സൈലൻ്റാണ്, വളരെ കംഫർട്ടബിളാണ് വണ്ടി. ഈ ഓണക്കാലത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2024 സെപ്റ്റംബർ 2 ഈ ഓണക്കാലത്ത് നിങ്ങൾ പുതിയൊരു സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാവുന്നത് നമ്മുടെ ഈ ജൂപ്പിറ്റർ 110 ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ലോഡറാണ്, എന്നാൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഫിനാൻസിൽ എടുക്കണമെങ്കിൽ നല്ല സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ 100% ഫണ്ടിങ് കിട്ടും. അല്ലെങ്കിൽ ഒരു 2000-3000 രൂപ തൊട്ടൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് വണ്ടി ഇറക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.